ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികപരമായി തളർച്ചകൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ അതാ ഒരു വാർത്ത കേൾക്കുകയാണ്. എന്താണ് ആ വാർത്ത? പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്നിരിക്കും അത്രേ. ആ മനുഷ്യന്റെ പേരാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ലോകം മുഴുവനും വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ, ഹിജാസിന്റെയും പരിസരത്തുമൊക്കെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ്. ലോകം മുഴുവനും വലിയ പ്രയാസം നിലനിൽക്കും. അപ്പോഴാണ് ഒരു വാർത്ത അറിയുന്നത്, ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ടതായ മഖാം ഇബ്രാഹിമിന്റെയും പരിശുദ്ധമായ മക്കയിൽ പുണ്യമാക്കപ്പെട്ട കഅബാലയത്തിന്റെ താഴെ, ആ കഅബാലയത്തിന്റെ ചുവട്ടിലുള്ള മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഒരു മനുഷ്യൻ ഇശാ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടുകയാണ്. ആദ്യമായി മദീനക്കാർ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നീട് മക്കക്കാര് കടന്നു വരുമത്രേ. പിന്നീട് ഇറാഖികൾ കടന്നു വരുമത്രേ. പിന്നീട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തിലേക്ക് ഓടി വരികയാണ്. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദിയായി അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹദി ഇമാമിനെ കുറിച്ച് 1400 ആണ്ട് മുതൽ ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പേരും അദ്ദേഹത്തിന്റെ പേരും സാമ്യമുള്ളതാണ്. അഥവാ എന്റെ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, മഹദി ഇമാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വാചാലനാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരും എന്റെ വാപ്പാന്റെ പേരും സാമ്യമുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്. അത് തന്നെയാണ് എന്റെ ഉപ്പാന്റെ പേരും. എന്റെ ഉപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വഹുവ മിൻ തറത്തി, എന്റെ പരമ്പരയിൽപ്പെട്ടതാണ്, എന്റെ പേരക്കുട്ടിയാണ്. മിൻ സുലാലത്തി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ ഉള്ള മകനാണ് മഹാനായ മഹ്ദി എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബിയുടെ മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെയാണ് ആര് കടന്നു വരിക? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു. ഹസനും ഹുസൈനും, വാപ്പ ഹസനും ഉമ്മ ഹുസൈനും പരമ്പരയിലൂടെയാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സാന്ദർഭ്യം ഓർമ്മപ്പെടുത്താം. കാരണം ഇനിയിപ്പോ മുഹ്യിദ്ദീൻ ശൈഖിനെ കണ്ടുവരുവാണ്. പലർക്കും എന്താണ് മുഹ്യിദ്ദീൻ ശൈഖ് എന്ന് പോലും അറിയാൻ പറ്റില്ല. ആരാണ് മുഹ്യിദ്ദീൻ ശൈഖ്? അദ്ദേഹത്തിനെ എതിർക്കുന്നവരുണ്ട്, എതിർക്കുന്നവർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ പേര് ദിക്ർ ചൊല്ലുന്നവരും അദ്ദേഹത്തിന്റെ റാത്തീബ് ചൊല്ലുന്നവർക്കും സത്യത്തിൽ ശരിയായ വണ്ണം അറിയത്തില്ല. എല്ലാവരുടെ അല്ല, ആലിമീങ്ങളെയും തക്കമുള്ള ആളുകളെ കുറിച്ചല്ല, സാധാരണക്കാരായ ചില ആളുകളെ കുറിച്ചാണ്. പഠിച്ചിട്ടില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് സംവദിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ഒരു വേറെ വിഷയമാണ്. മുഹ്യിദ്ദീൻ ശൈഖ് ആരാണ്? അദ്ദേഹത്തിന്റെ വാപ്പ, അദ്ദേഹത്തിന്റെ ഉമ്മ രണ്ടുപേരും പരമ്പര വന്നിരിക്കുന്ന ആരിലൂടെയാ? ഫാത്തിമ ബിയുടെ 2 മക്കളിലൂടെ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. ഞാനത് പറയാൻ കാരണം എന്താ? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര വന്നിരിക്കുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. മിൻ സുലാലത്തി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ ബിയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെയാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സംഗതി ഏതെന്നറിയുമോ? ഈ ലോകത്തുള്ളതാകുന്ന സാമ്പത്തികമായ പ്രശ്നത്തെ പരിഹരിക്കലാണ്. ലോകം മുഴുവനും സാമ്പത്തികപരമായി പ്രയാസത്തിലാണ്. ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ, പുണ്യമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരത്ത് പരിശുദ്ധമാക്കപ്പെട്ട
മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഇശാ കഴിഞ്ഞുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ മല ഉയർന്നു വരുമത്രേ. ജനങ്ങൾ മുഴുവനും അങ്ങോട്ട് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈമാനുള്ള മുഅ്മിനേ, ഈമാനുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ അങ്ങോട്ട് ഓടരുതേ, ഓടരുതേ, അങ്ങോട്ട് പോകരുതേ, പോകരുതേ. യുഖ്തലു 99 ഫിൽ മിആ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങോട്ട് ഓടുന്നതാകുന്ന 99% ആളുകളും മരണത്തിലേക്ക് വഴുതി വീഴുമേ. അവിടെ യുദ്ധം നടക്കുമേ. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന സ്വർണത്തിന്റെ മലയിൽ നിന്ന് സ്വർണം കരഗതമാക്കാൻ ഓടുന്ന ജനങ്ങളിൽ അധികവും യുദ്ധത്തിലൂടെ മരിച്ചു വീഴുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. യുഖ്തലു 99 ഫിൽ മിആ, 100ൽ 99% ആളുകളും യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്ന സന്ദർഭമാണ്. ഏതാനും ചില ആളുകൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരുകയാണ്. അവർ മുസ്ലിമീങ്ങളാണ്, അവർ മദീനക്കാരാണ്. അവർ ഓടി വന്നുകൊണ്ട് മഹാനുഭാവനെ ബൈഅത്ത് ചെയ്യുകയാണ്. ഞങ്ങൾ നിങ്ങളെ അനുസരിച്ചു കൊള്ളാം, നിങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം. ഞങ്ങളുടെ ഖലീഫയായി ഞങ്ങളിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ സയ്യിദായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന മദീനക്കാര് കടന്നു വരുമ്പോ മക്കക്കാര് തൊട്ട് പിറകെ ബൈഅത്ത് ചെയ്യുകയാണ്. പിന്നീട് ഇറാഖികൾ ബൈഅത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പിന്നെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിലുള്ളവർ ഓടി ചെന്നുകൊണ്ട് ഇമാം മഹ്ദിയുടെ വരവറിഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ, ബൈഅത്ത് ചെയ്യുമത്രേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ സമയത്തതാ സമ്പത്തില്ല, കയ്യിൽ പണമില്ല, ഒരു പവറുമില്ല, എല്ലാവരും തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ യഹ്സിൽ മാല ഹഫിയാ ലാ യഉദ്ദുഹു അദാ ലാ യഉദ്ദുഹു അദാ. കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഒങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. സാമ്പത്തിക പരാധീന അനുഭവിക്കുന്ന, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നതായ പടച്ചറബ്ബേ, ഞങ്ങൾക്കൊരു നേതാവിനെ, ഞങ്ങൾക്കൊരു ഖലീഫയെ തരണേ അല്ലാ, മഹദിയെ തരണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞോട് നാഥനോട് ചോദിച്ചു കൊണ്ടിരുന്നതായ മോമിനീങ്ങൾക്കിടയിലേക്ക് ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുകയാണ്. മോമിനീങ്ങൾ അവരുടെ അടുക്കലേക്ക് എത്തുമ്പോ യഹ്സിൽ മാല ഹസിയാ, സമ്പത്ത് അദ്ദേഹം വാരി വിതറുമത്രേ. ലാ യഅ്ദുഹു അദാ, ആ സമ്പത്ത് കൊടുക്കുന്നതിൽ അദ്ദേഹം എണ്ണി തിട്ടപ്പെടുത്തുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്സിൽ മാല ഹസിയൻ ലാ യഅദ്ദുഹു അദാ ശഫീഉനാ റസൂലുള്ളാഹി. ആ പണം എത്രടാ വേണ്ട, അതെനിക്ക് ഇത്ര, പിടിച്ചോ. സമ്പത്ത് അങ്ങോട്ട് കൊടുക്കും, പണം എന്നല്ല പറഞ്ഞു, യഹ്സിൽ മാല, സമ്പത്ത് കൊടുക്കും, സമ്പത്ത് കൊടുക്കും. യഹ്സിൽ മാല ഹസിയൻ ലാ യഅദ്ദുഹു അദാ. എണ്ണുന്ന പരിപാടിയില്ല, ഇഷ്ടം പോലെ കൊടുക്കും. അന്നങ്ങാണം ജീവിച്ചാൽ മതിയായിരുന്നു. പലരും അങ്ങനെ മനസ്സിലായിരുന്നില്ലേ, പൈസ കുറെ കിട്ടിയായിരുന്നു. നമുക്ക് ഇപ്പോഴും അതാ ചിന്ത. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിലുള്ള സാമ്പത്തികമാകുന്ന പരാധീനതകൾ തീർക്കുകയാണ്. വീണ്ടും മഹാനവറുകൾ മുസ്ലിമീങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. അവർക്ക് നേതൃത്വം വഹിക്കുകയാണ്. അവരെ മുഴുവനും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരികയാണ്. ഒരു ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും അദ്ദേഹം കൊണ്ടുവരികയാണ്. ഒരു തസ്ബീമാലയിലുള്ള മുത്തുമണികളെ പോലെ മാനവാവൻ കോർത്തിണക്കുകയാണ്. എല്ലാവരെയും ഐക്യത്തിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് ലോകത്ത് വിവിധ ആദർശങ്ങളുമായി നീങ്ങുന്ന മുസ്ലിമേ, എല്ലാവരെയും ഒരൊറ്റ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കൊണ്ടുവരികയാണ്. ഒരൊറ്റ നേതൃത്വമാണ്, ഒരൊറ്റ കലിമ മാത്രമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന മഹോന്നതനായ വ്യക്തിയാണ് ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു. മഹാനവാവൻ വിളംബരം ചെയ്യുകയാണ്, അടുത്തതായി നമ്മുടെ പ്രവർത്തനം തുറുക്കി പിടിച്ചെടുക്കാൻ
പിടിച്ചെടുക്കലാണ്. മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നതായ തുർക്കി പിടിച്ചെടുക്കാൻ വേണ്ടി ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു സൈന്യവ്യൂഹവുമായി പരിശുദ്ധ മക്കയിൽ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹദിയത മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധമായ തുർക്കി മുസ്ലിമിന്റെ കൈവെള്ളയിലേക്ക് തിരിച്ചെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ അല്ലാഹ്, ആ മഹദി ഇമാമിന്റെ അവതാരങ്ങൾ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നീ പൊരുത്തം നൽകണേ അല്ലാഹ്. അവസാന കാലഘട്ടത്തിലെ സംഭവമാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ലോകത്ത് മുഴുവനും ഇസ്ലാമികമായ സിസ്റ്റമാറ്റിക് കൊണ്ടുവരും അത്രേ. എല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരും അത്രേ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ അവസാന സംഭവമാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തോടു കൂടി ഒരുപാട് അടയാളങ്ങൾ ഇനിയുണ്ട്. നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത്. പലരും അങ്ങനെ ഇന്നും പുസ്തകത്താളിലൂടെ ഒക്കെ എഴുതുന്നുണ്ട്. പലരും അദ്ദേഹത്തെ ഒരു സാധാരണക്കായിട്ട് മനസ്സിലാക്കുന്നത്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പേര് കേൾക്കുമ്പോൾ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് പറയുക, എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതാം. നബിയുടെ പേര് അങ്ങനെ തന്നെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് ബ്രാക്കറ്റിലിടും. അല്ലേ? ബ്രാക്കറ്റിൽ നമ്മൾ ഇടൂലേ? അങ്ങനെ ആദ്യമായിട്ട് സീന് ബ്രാക്കറ്റ് ഇട്ടതാകുന്ന വ്യക്തിയുടെ കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ അവിടുന്ന് വ്യക്തമാക്കുകയാണ്. അവിടുന്ന് ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്ക്. ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒന്ന് ചുരുക്കി എഴുതിയ, ഷോർട്ട് ഫോമിൽ എഴുതിയ, നമ്മളങ്ങനെ എഴുതുമല്ലോ സീൻ അങ്ങനെ, അതായത് ബറക്കത്ത് കേടാന്നർത്ഥം. ഒരിക്കലും പാടില്ല. കാരണം അത് പരിപൂർണമായി എഴുതുന്നതുകൊണ്ട് നമുക്കൊരു നമ്മൾ സ്ഥലം സ്പേസ് പോകുന്നു എഴുതിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ എഴുത്ത് അങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്താണെന്നറിയോ? ഇത് വായിക്കുന്നവർ അത് പരിപൂർണമായിട്ട് അങ്ങ് വായിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയത്ത് നമ്മൾ മറ്റേ ഒറ്റ ഇതിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായിട്ട് പറയൂല. അതൊക്കെ അദബ് കേടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അദബ് കേടാണ്. ഇമാം നവവി തങ്ങൾ ആരാണ്? വലിയുല്ലാഹി ബിലാ നിസാ, അല്ലാഹുവിന്റെ വലിയാണതിൽ തർക്കമില്ല എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാകുന്ന തുഹ്ഫയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ഇമാം നവവി റഹിമഹുല്ലാ. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം തഖ്രീബുൻ നവാവി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. പേര് ഷോർട്ട് എഴുതാൻ പാടില്ല. അത് ആരുടെ പേര്? മഹത്തുക്കളുടെ പേര് പറയുമ്പോൾ നമ്മൾ ഉറക്കെ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞേക്കണം. എന്തിനാ നമ്മുടെ നാവ് വെറുതെ വ്യസ്താക്കുന്നത്? നമ്മളെന്തിനാ നാവ് വെറുതെ അപകടത്തിലേക്ക് എത്തിക്കുന്നത്? നമ്മളെന്തിനാ വെറുതെ അപകടത്തിലേക്ക് പോകുന്നത്? അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അദബ് വെക്കേണ്ട ആളുകളെ അദബ് വെക്കേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ. അതാണ് ശരീഅത്തുൽ ഇസ്ലാം തന്നെ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. അത് തന്നെയാണ് ഇസ്ലാമിന്റെ ആകത്തുക. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. قال رسول الله صلى الله عليه وسلم سيأتي على الناس زمان تكون فيهم فتنة الضراء بعد فتنة السراء. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ മുഖേന ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹാബത്തെ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായം ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. തകൂനു ഫീഹിം ഫിത്ന, അവർക്കിടയിൽ ഒരു ഫിത്നയുണ്ടാകുമേ, അവർക്കിടയിൽ ഒരു നാശമുണ്ടാകുമേ. ആ ഫിത്നയുടെ പേര് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമാക്കുകയാണ്. ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൻ സറാ. അവർക്കിടയിൽ ബുദ്ധിമുട്ട് കടന്നു വരുമേ. സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികമായി തളർച്ചയുണ്ടാകുന്നതായ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സഅ,
ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും? ഒരു ഫിത്നയിലൂടെയായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് എല്ലാവർക്കും കടന്നു വരുന്ന ഒരു ഫിത്നയാണ്. സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയിലും മറ്റു രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കഴിഞ്ഞ നവംബർ 8 കടന്നു വന്നതാകുന്ന നോട്ട് നിരോധനം. എല്ലാവരുടെ ഓർമ്മയിലേക്കൊന്ന് കടന്നു വരട്ടെ. പലരും ഒരു വർഷം കഴിഞ്ഞപ്പോൾ വിഡ്ഢിദിനമായി ആഘോഷിച്ചിട്ടുണ്ടാകും. പലരും പോസ്റ്റർ വരെ ഇറക്കിയിട്ടുണ്ട്. കാരണം അത്തരത്തിലേക്ക് ജനമനസ്സുകളിൽ വല്ലാതെ മരവിപ്പിച്ചതാകുന്ന ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലം. ഇന്നും അതിന്റെ അലവലികൾ നിന്നിട്ടില്ല. സാമ്പത്തികപരമായി വളരെ പരാധീനതപ്പെടുകയാണ് സമൂഹം. കച്ചവടമില്ല, എവിടെയും പരാതി, എപ്പോഴും മഹല്ലത്തുകളിൽ പരാതി. ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ ജനങ്ങളുടെ അഭ്യർത്ഥന ഏതാണ്? ഉസ്താദേ, കച്ചവടമില്ല, വളരെ പ്രയാസമാണ്. അതിനെ തൊട്ടുപിറകെ തന്നെ GST കടന്നു വന്നു. പലവിധ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. ഒരു ഹോട്ടൽ പോലും നേരെ ചൊവ്വെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ. കാസർഗോഡ് നിന്ന് എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ഒരു സഹോദരൻ, നമ്മുടെ ഈ കരുനാഗപ്പള്ളി ദേശത്ത് കരുനാഗപ്പള്ളി പുട്ടുകടയുടെ നേരെ ചേർന്ന് വന്നുകൊണ്ട് അദ്ദേഹം വന്ന് കട നടത്തി. റമദ എന്നൊരു ഹോട്ടൽ ഇട്ടു. ഷാഫി എന്നൊരു സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകട്ടെ. അദ്ദേഹം പറയുന്നു, 6 മാസമായി കട തുറന്നു വെച്ചിട്ട് ഉസ്താദ് വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവാകുകയാണ്. ജോലിക്കാർക്ക് കൊടുക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു, അവരുടെ താമസ സൗകര്യം, അവരുടെ അക്കോമഡേഷൻ, താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. എത്ര പ്രയാസമാണ് ഇത്! മറ്റു നാട്ടിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് പ്രയാസപ്പെടുന്നത്. ഇതുപോലെ എത്രയോ കച്ചവടക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. പാവപ്പെട്ട ഹോട്ടലിന്റെ ഉടമകൾ, എത്രയോ കച്ചവടക്കാർ വളരെ പ്രയാസത്തിലും ഞെരുക്കത്തിലുമാണ് സത്യത്തിൽ അവർ. അന്നത്തെ ജീവിതം അവർ വളരെ പ്രയാസത്തിൽ കൊണ്ടുപോവുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാ ലാ തഖൂമുസ്സാ ലാ തഖൂമുസ്സാ ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ. ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ, ഒരു ഫിത്ന സമൂഹത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് കടന്നു വരാതെ. എങ്ങനത്തെ ഫിത്ന എന്നറിയുമോ? നാശമെന്നറിയുമോ? ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൽ സറാ. ജനങ്ങൾ സുഭിക്ഷതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ആർഭാടത്തിലും ആസ്വാദനത്തിലും ജനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ, അവർക്കിതാ പ്രശ്നവും നൊമ്പരവുമായി പ്രയാസവുമായി ഒരു ഫിത്നയുടെ കാലഘട്ടം കടന്നു വരുമേ. ആ കാലഘട്ടത്തിലൂടെ ജനങ്ങൾ കടന്നു പോകാതെ ലാ തഖൂമുസ്സാ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക്, ആ കാലഘട്ടമല്ലേ ഇത്? അള്ളാന്റെ റസൂല് പറഞ്ഞ കാലഘട്ടമല്ലേ ഇത്? സാമ്പത്തികപരമായി പ്രയാസമല്ലേ? ആരാ ഇവിടെ പ്രയാസത്തിലല്ലാത്തവർ? എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാർ അവിടെ വിഷമങ്ങൾ മനസ്സിന്റെ അകത്തളത്തിൽ വെച്ച് പടച്ച തമ്പുരാന്റെ മുന്നിൽ പാതിരാത്രി സമയത്തിന് ശിയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തഹദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരയുന്ന ഉമ്മമാരില്ലേ? എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, നെഞ്ചു പൊട്ടിക്കൊണ്ട് പടച്ചറപ്പിലേക്ക് ദ്വാരക്കുന്നവർ എത്രയോ ആളുകളുണ്ട്. മഖബറകൾ വന്ന് സിയാറത്ത് ചെയ്യുന്നവർ, നേർച്ചകൾ നേരുന്നവർ എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, എന്റെ ഈ ബുദ്ധിമുട്ട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഈ പ്രയാസം ഒന്ന് മാറ്റി തന്നെങ്കിൽ എന്ന് കരുതിക്കൊണ്ട് ദുആ ചെയ്യുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്. അല്ലാഹുവിന്റെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. ഇതൊരു പ്രയാസത്തിന്റെ സമയമാണ്, ഇതൊരു പ്രയാസത്തിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്. ഇമാം മഹ്ദി കാലം കാത്തിരിക്കുന്നു എന്ന വിഷയം നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട വിഷയമാണ്. കാരണം കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സയഅതി അലന്നാസി സമാൻ തകൂനു ഫീഹിം ഫിത്ന. എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം കടന്നു വരുമേ സഹാബത്തെ, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം കടന്നു വരും സാബ. ആ കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. തകൂനു ഫീഹിം ഫിത്ന, അവർക്കിടയിൽ ഒരു ഫിത്ന കടന്നു വരുമേ.
അവർക്കിടയിൽ ഒരു നാശമുണ്ടാകുമേ. എങ്ങനത്തെ ഫിത്തനയാണ് ആ ഫിത്തനയുടെ പേര് തന്നെ റസൂലുള്ളാഹി വെളിപ്പെടുത്തുകയാണ്. ഫിത്തനത്തുല്ലറാ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്തനയാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്തനയാണ്. എങ്ങും ബുദ്ധിമുട്ട്, മാനസികമായി തന്നെ പ്രയാസം, വളരെ ബുദ്ധിമുട്ട്. പക്ഷെ ഇത് ആർക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകും. വദാലിക്കലിൽ ആമ്മ സയ്യിദുനാ റസൂലുള്ളാഹി, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണല്ലോ. നോട്ട് നിരോധനം വന്നപ്പോ, GST വന്നപ്പോ ഇവിടെ ആർക്കെങ്കിലും, നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടത്. എല്ലാരെയും ബാധിക്കുകയാണ്, എല്ലാവർക്കും ഉണ്ട്. ആര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി. ഇതെപ്പോഴാ കടന്നു വരിക? അതും പ്രവാചകൻ പറഞ്ഞു. അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കാണ് സൂചിക എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്, ബഅദ ഫിത്നത്തിൻ സറാ, ബഅദ ഫിത്നത്തിൻ സറാ. സുഭിക്ഷതയിൽ ജനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ആസ്വാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് രസിച്ചും രമിച്ചും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ ലറാ നൽകുമേ, ഫിത്നത്തുൽ ലറാ സമ്മാനിക്കുമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുദ്ധിമുട്ടുണ്ടാകുന്നത് എപ്പോഴാണ്? സാമ്പത്തികപരമായി നല്ല റാഹത്തായ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു 10-30 കൊല്ലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാവരും വീടില്ലാത്ത ആളുകളൊക്കെ വീടുണ്ടാക്കിയിട്ടുണ്ട്. അല്പം സാമ്പത്തിക ശേഷിയിൽ പുറകോട്ട് പോയവരൊക്കെ 10-30 കൊല്ലം കൊണ്ട് റാഹത്തായിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഓരോരുത്തർ അവനവന്റെ കാര്യം ചിന്തിച്ചാൽ മതി. വീട് വെച്ചവർ അന്ന് വീട് വെച്ചു, ഇന്നിപ്പോ വീട് വാങ്ങാൻ പറ്റൂല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഡൗൺ ആയി പോയി, വളരെ പ്രയാസത്തിലാണ്. പക്ഷെ ചിന്തിക്കേണ്ട ഒരു വിഷയം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുന്ന സഹോദരങ്ങൾ ഇസ്ലാമികപരമായി കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഒരുപാട് ആളുകൾ അതിന് പലവിധ കള്ളത്തരങ്ങൾ ദീനിന്റെ വിഷയത്തിൽ, അമലിയാത്തിൽ മോശത്തരം വരുത്തി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ദീനിയാത്തിൽ നമ്മൾ എത്രത്തോളം പുറകോട്ട് പോകുന്നോ, അമലിയാത്തിൽ എത്രത്തോളം നമ്മൾ പുറകോട്ട് പോകുന്നോ, അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്തിലാഉകൾ നമുക്ക് നൽകും, പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ ഈ സ്ഥലം തന്നെ, ഇതേ പ്രോപ്പർട്ടി, ഇത് ആരുടെയാണെന്ന് എനിക്കറിയില്ല, ഇതാരുടെങ്കിലും ഉടമസ്ഥനാണ്. ഇത് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ, ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണമാണ്, ശ്രദ്ധിക്കും. ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അത് വിൽക്കുന്നതിന് മുമ്പായിട്ട് റിയൽ എസ്റ്റേറ്റിന്റെ ഭൂമാഫിയയുടെ ആൾക്കാർ വന്ന് നേരത്തെ തന്നെ ഇതിനൊരു വില നിശ്ചയിച്ച് അവര് വേഗം തന്നെ ഒരു ടോക്കൺ കൊടുത്തങ്ങിടും. ഒരു 10,000 രൂപ അങ്ങോട്ട് കൊടുത്തിടും, അല്ലെങ്കിൽ 20,000, 25,000 രൂപ അതായത് കൊടുക്കല്ലോ, നമ്മൾ തന്നെ നമ്മുടെ ആളുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിടും. ഇവര് പിന്നീട് വില അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോകാൻ ആയിക്കോട്ടെ, അവരുടെ ഉപജീവനമാർഗമാണ്, വിഷയമില്ല. സാന്ദ്രവ്യം അനുസരിച്ച് അങ്ങനെ കൊണ്ടുപോകാം. ഹലാലായ സാമ്പത്തികം അതിലൂടെ അവർക്ക് കൊണ്ടുവരാം, നല്ലൊരു ലാഭവീതം കൊണ്ടുവരാം. അതൊക്കെ ശർഅ് അനുവദിച്ചതാണ്. ഞാൻ അതിനെ എതിർക്കുകയല്ല. ഞാൻ റിയൽ എസ്റ്റേറ്റിന്റെ ആളുകളെ കുറ്റം പറയുകയല്ല, മറിച്ച് നമ്മൾ ദീനിയായ കുല കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് പറഞ്ഞു പറഞ്ഞല്ലോ, അത് ആലിമീങ്ങൾ തന്നെയല്ലേ പറയേണ്ടതും. അതുകൊണ്ട് പറയുകയാണ്, അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു ബിസിനസ്സാണത്. നല്ല റാഹത്തായി കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും നല്ല ഹലാലായ സമ്പാദ്യമാണ്. പക്ഷെ ഈ 10,000 രൂപയ്ക്ക് തടഞ്ഞിട്ടതിന് ശേഷം പിന്നീട് അടുത്ത ഒരാൾക്ക് അത് കച്ചവടം ചെയ്യുന്നു, അവന്റെ പേരിലേക്ക് അത് എഴുതി കൊടുക്കൂല. അവിടെ നിന്ന് അടുത്തയാൾക്ക് കൊടുക്കുന്നു, അവനും അത് എഴുതി കൊടുക്കൂല. അവസാനം ഇത് ഒരുപക്ഷെ 11ാമത്തെ ആളെങ്കിലും, അല്ലെങ്കിൽ 10ാമത്തെ ആളോ, ഇല്ലെങ്കിൽ 12ാമത്തെ ആളോ ആയിരിക്കും ഇത് ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഉടമപ്പെടുത്തുക. ഇതിനിടയിൽ ഉടമപ്പെടുത്തിയ ആരും തന്നെ ഇതിന്റെ ആധാരം എഴുത്ത് നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാധീനത. ഇത് പാടില്ലാത്തതാണ് ശർഅ് അനുസരിച്ച്, ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച്. അല്ല നമ്മളിപ്പം വേറെ എന്തെങ്കിലും നോക്കിയിട്ട് മൗലിയാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ രീതി എന്ന് വെച്ചാൽ വലിയ നമുക്ക് വിഷയമില്ല. ശർഅ് അനുസരിച്ചാണ്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാകുന്ന തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, ഒരു മനുഷ്യന് മിൽക്കില്ലാത്തത്, അവന്റെ ഉടമസ്ഥയിലില്ലാത്തത് അവന്റെ വിൽക്കൽ ബൈഅ സഹിയാവൂല. രണ്ടാമത്തെ ആൾക്ക് ഇത് കൊടുത്തു, ആ വ്യക്തിയുടെ കയ്യിലേക്ക് ഉടമസ്ഥപ്പെടുത്തണമെങ്കിൽ ആധാരമെഴുത്ത് നടക്കണം. അത് നടക്കാതെ അവിടെ കേവലം ഒരു ടോക്കൺ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അല്പം പണമടച്ചിട്ടോ എഴുത്ത് പിന്നീട് മതി എന്ന് പറഞ്ഞ് 3ാമതൊരാൾക്ക് അല്ലെങ്കിൽ 4ാമത്തെ ഒരാൾക്ക് അത് പതിപ്പിക്കുമ്പോ ഇതിനിടയിൽ നിന്നുകൊണ്ട് കൊടുക്കുന്ന ബൈഅ് അത് സഹിയാകുന്നില്ല. കാരണം അവന്റെ മിൽക്കിലല്ല, ഈ ഉടമസ്ഥയിലല്ല ഈ സ്ഥലം എന്നുള്ളതാണ്. ആരുടെ ഉടമസ്ഥയിൽ കിടക്കാണ് ഇപ്പോഴും? ആദ്യത്തേവന്റെ. എന്നാ വിൽക്കുന്നവനവൻ രണ്ടാമത്തവനാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ 3ാമത്തവനാണ്. ആ വിൽപ്പന സ്വഹീഹല്ല ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച്.
ഇതൊക്കെ നമുക്കിടയിൽ നടന്നു പോയിട്ടുണ്ട്. അള്ളാഹു ആത്തി രക്ഷിക്കട്ടെ, അതൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഒരുപാട് റിയൽ എസ്റ്റേറ്റിന്റെ സഹോദരങ്ങൾ വന്ന് കരയാണ്. അത് വല്ല ദിക്ർ വല്ലതും ഉണ്ടോ? രക്ഷപ്പെടാനാ ഞാൻ വെറുതെ പറയല്ല. ഒരുപാട് ആളുകൾ കരയുന്നുണ്ട്. ഇതുപോലെ കച്ചവടക്കാർ, പലവിധ ജീവിത മാർഗവുമായി പോകുന്നവർ, ഒരുപാട് ആളുകൾ അവർ വന്നുകൊണ്ട് വിഷമം പറയാൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കറിയാം, ഓരോരുത്തരും വന്ന് അവരുടെ അടുക്കൽ വന്ന് കേഴുകയാണ്. എന്താണ് ഒരു ദിക്റുള്ളത്, ഒരു ഔറാദ് ഞങ്ങൾ നടത്താൻ, ഞങ്ങൾ ഇതിൽ നിന്നൊന്ന് രക്ഷാകവചം എന്താണ്? കാരണം എന്താ, ഒരു കാലഘട്ടത്തിൽ അവർക്ക് സുഭിക്ഷതയായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തിയവര് എത്ര ആളുകൾ മെച്ചപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അള്ളാഹു ഇത് ദായിമാക്കി വിശാലമാക്കി തരുമാറാവട്ടെ. അതൊക്കെ എപ്പോഴും വേണം. മോമിനിന് സമ്പത്ത് വേണം, അത് അനുയോജ്യമായ രീതിയിൽ അവൻ ചെലവഴിക്കുന്നവരുമാണ്. അള്ളാഹു ഇത് കബൂലാക്കുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു 10-30 കൊല്ലം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുഭിക്ഷത നൽകിയിരുന്നത്. നല്ല വീട്, നല്ലൊരു ഭാര്യ, നല്ലൊരു വാഹനം, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയവരാണ്. അള്ളാഹു ഇല്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഖൈറായ വീട്, നല്ല ഭാര്യ, നല്ലൊരു വാഹനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ളവർക്ക് അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ കാലഘട്ടം അതൊരു ഫിത്നയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിക വചനം പോലെ തന്നെ നബിയുടെ വചനവും മോജസാണ്. മോജസ് എന്ന് പറഞ്ഞാൽ ഇമാം തജ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമി എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, മോജസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കാണ്, വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. കുറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ ഫിത്നയ്ക്ക് ശേഷമാണ്. സുഭിക്ഷത എന്ന് പറയുന്നത് ഒരു ഫിത്നയാണ്. ആ ഫിത്നയുടെ കാലഘട്ടത്തിന് ശേഷമാണ് ബുദ്ധിമുട്ടിന്റെ ഫിത്ന കടന്നു വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും സുഭിക്ഷത, എവിടെയും സുഭിക്ഷത. എത്രയോ ഡ്രസ്സുകളാണ് നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും അലമാരകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ചിന്തിച്ചു നോക്ക്. ഓരോരുത്തർക്കും അവനവന്റെ ഡ്രസ്സിന്റെ എണ്ണം സത്യത്തിൽ അറിയില്ല. ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ്. മുസ്ലിം സമൂഹമാണ്. ആരിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവർ, ഖബറിൽ വിശ്വസിച്ചവർ, മരണമുണ്ടെന്ന് വിശ്വസിച്ചവർ, മരിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രസ്സോ ഈ വസ്ത്രങ്ങളോ അവന് ഉപയോഗിക്കുന്നതാകുന്ന സാധന സാമഗ്രികളോ അവന്റെ സമ്പത്തോ അവന് ഒരിക്കലും തന്നെ ഗുണം ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്ന മുഅ്മിൻ, അവന്റെ അലമാരക്കുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് വസ്ത്രങ്ങളാണ്, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ളതാകുന്ന വില കൂടിയ ഉപകരണങ്ങളാണ്. ഒരുത്തനും കണക്കില്ല. എത്രയോ ആർഭാടങ്ങളാണ് അവന്റെ ജീവിതത്തിൽ. ചെരുപ്പുകൾ തന്നെ എത്ര പേർ, ചെരുപ്പിന് വേണ്ടി പ്രത്യേക സ്റ്റാൻഡ് വീടിന്റെ വാതുക്കൽ, അലമാരക്കുള്ളിൽ എത്രയോ ഡ്രസ്സുകൾ, അതല്ലാതെ എത്രയോ ഉപയോഗശൂന്യമായ ഡ്രസ്സുകൾ. ഓരോ കല്യാണത്തിന് പോകുമ്പോ ഭർത്താവിനെ നിർബന്ധിക്കുകയാണ് സഹോദരിമാർ, എനിക്ക് ആ കല്യാണത്തിന് പോകുമ്പോ ഇന്ന പർദ്ദ വേണം, ഇന്ന ലാച്ച വേണം, ഇന്ന മെഡിയൻ ടോപ്പ് വേണം, ഇന്ന ചുരിദാർ വേണം. ഓരോ പ്രാവശ്യവും മാറ്റി മാറ്റി കൊടുക്കാൻ. ഒരു പ്രാവശ്യം ഇട്ടത് പിന്നീട് ഇടൂല, അടുത്ത പ്രാവശ്യം വേറെ വേണം, ആവശ്യം വേറെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വലിയ ആർഭാടമാണ്, എത്ര വലിയ ആർഭാടമാണ്. പാവപ്പെട്ട ഭർത്താവ്, അദ്ദേഹം എന്ത് പ്രയാസപ്പെട്ട് എത്ര കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കുന്ന പണമാണ്, അത് വളരെ ലാഘവത്തോടു കൂടി നഷ്ടപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, വലാ തുബദ്ദിർ തബ്ദീറാ, ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന الشياطين وكان الشيطان لربه كفورا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കണേ, ആ ഖുർആനിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളണേ, ഖുർആനിലൂടെ ജീവിതം ഒന്ന് നന്നാക്കി എടുക്കണേ. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, ദൂർത്തടിക്കരുതേ, ദൂർത്തടിക്കരുതേ.
എത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ സമ്പാദിച്ച പണമാണ് എന്നുള്ള കാര്യം സമ്പത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ഗണിച്ചെടുക്കണേ. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണമില്ലയോ? എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ കരുനാഗപ്പള്ളി ദേശത്തുള്ളവരുണ്ട്. എത്രയോ പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്. എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഉസ്താദേ, എന്റെ കച്ചവടം താറുമാറിലാണ്, എന്റെ ബിസിനസ് വല്ലാതെ പൊളിഞ്ഞിരിക്കുകയാണ്, സൗദിയിൽ നിതാഖത്തിന്റെ പ്രശ്നമാണ്, ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, എന്റെ കുടുംബത്തെ ഞാൻ അറിയിച്ചിട്ടില്ല, എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല, കടം വാങ്ങിക്കൊണ്ടാണ് കൃത്യമായി മാസത്തിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ ഡ്രാഫ്റ്റ് അയക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അടിച്ചു പൊളിക്കുകയാണ്, അവളെ രസിക്കുകയാണ്, രമിക്കുകയാണ്. പാവപ്പെട്ട ഭർത്താവ് അതാ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണം പെങ്ങളെ, പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, നീ അടിച്ചു പൊളിക്കുകയല്ലയോ? നീ വസ്ത്രം എടുത്തുകൊണ്ട് കളഞ്ഞു കുടിക്കുകയല്ലയോ? ഹബീബായ നബി തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തുബദ്ദിറ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന الشياطين وكان الشيطان لربه كفورا. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനത്തെ, നീ ധൂർത്തടിക്കരുതേ. കാരണം നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. മുഅ്മിനാരാണ്? മുത്തഖിയാരാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞില്ലയോ, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, അവിടെ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫംപുടയിലേക്ക് തന്റെ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. അവിടെ മുങ്കർ നക്കീർ കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്, അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും, മഹ്ശറിലേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിന്. കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയാൾ നരകത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമെന്ന് ഉറപ്പുള്ളവനാണ് മുഅ്മിന്. മീസാൻ എന്ന താസിലേക്ക് നന്മ തിന്മകൾ കൊണ്ടുവന്ന് വെക്കുമെന്ന് ഉറപ്പുള്ളവനത്രേ മുഅ്മിന്. അവനതാ സിറാത്ത് പാലത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുമെന്നുള്ള യാഥാർത്ഥ്യ ബോധമുള്ളവനാണ്, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്, കത്തിജ്വലിക്കുന്ന നരകത്തെ അല്ലാഹു പടച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ്. الذين يؤمنون بالغيب അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യ, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന മാനവ, നിന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, വലാ തുബദ്ദിർ തബ്ദീറാ, നീ ധൂർത്തടിക്കരുതേ. സ്വന്തം ഭർത്താവ് തനിക്ക് നൽകുന്ന സമ്പത്ത്, എന്റെ പ്രിയപ്പെട്ട വെളുത്തവൺ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരിമാരെ, ധൂർത്തടിക്കരുതേ.
ദൂർത്തടിക്കരുതേ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് നിന്ന് മാസങ്ങൾ നിനക്ക് കൃത്യമായി പണം അയച്ചു തരുമ്പോഴും ആ പണം എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് പണമുള്ളവനാണ്, പവറുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൂർത്തടിക്കരുതേ. എത്ര പണമുള്ളവനായിരുന്നാലും എത്ര പവറുള്ളവനായിരുന്നാലും ഇതാ ഒരു ഫിത്നയിലേക്ക് പോവുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലോകത്തിന്റെ നായകൻ പറയുകയാണ്, തകൂനു ഫീഹിം ഫിത്ന ഫിത്നത്തുല്ലറാ. വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പ്രയാസമാണ്, സാമ്പത്തികപരമായി തകരുന്ന കാഴ്ചയാ എന്റെ സമുദായത്വം കാണാനിരിക്കുന്നത്. അത് കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. വസ്ത്രത്തിൽ ഒരു ചെറിയ ചുളുക്ക് വന്നതുള്ളൂ, അപ്പോഴേ പറയാം ഇത് മാത്രം നമുക്കിത് പറ്റത്തില്ല അല്ലേ? ശരിയല്ലേ? സഹോദരിമാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? മറക്കപ്പുറം അല്ലേ? എന്നാലും അവര് കാണൂല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശരിയല്ലേ? ശരിയല്ലേ? അതെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്ത് ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതെന്താ അവരെ പറയുന്നത്? നമ്മൾ പുറകോട്ടാണോ? എത്ര ജോഡി വസ്ത്രമുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? എണ്ണമില്ല ഉസ്താദെ, എണ്ണമില്ല, അത്രത്തോളം വസ്ത്രങ്ങളാണ് നമുക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ജോഡി വസ്ത്രം, എത്ര ജോഡി വസ്ത്രം, എത്ര ജോഡി കുപ്പായുണ്ട്, എത്ര ജോഡി മുണ്ടുണ്ട്. പാന്റ് ധരിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കുക, എത്ര ജോഡി ഉണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. എത്ര ജോഡി ചെരുപ്പുകളാണ് നമുക്കുള്ളത്, ചിന്തിച്ചു നോക്ക്. എത്ര സുഭിക്ഷതയാണ് നമുക്ക്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഏത് ഫിത്ന വരിക, ഫിത്നത്തുല്ലറാ വരിക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കസേര ഇട്ട് കഴിഞ്ഞില്ലേ? ഇനി ഉണ്ടോ? ഇടയിൽ എവിടെയെങ്കിലും കസേര കിടപ്പുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ബാക്കിലോട്ട് ഇട്ടോളി. ഉണ്ടോ? അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഒഴിവുള്ള ഏതെങ്കിലും കസേര കിടപ്പുണ്ടോ? ഇല്ല, കഴിഞ്ഞോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഒന്ന് സൈഡിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോ ഇരിക്കാൻ സമയമൊന്നുമില്ല, കഴിയാറായല്ലോ അല്ലേ? കഴിഞ്ഞില്ലേ? ഓ ഇതിന് കിടക്കുന്നത് അത് തന്നെ. ഇവിടെ ആരും ഇല്ലല്ലോ, മലക്കുകൾ വന്നിരിക്കുക. വേഗം കൊടുക്കുക. ഈ കസേരയൊക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു. അല്ലാഹു കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ പടുത വിരിച്ചു കൊടുത്താൽ മതിയില്ല, അവർ വേണമെങ്കിൽ ഇവിടെ വന്നിരുന്നോളൂ. പടുത വല്ലതും ഉണ്ടോ അവർക്ക്? അപ്പൊ പിന്നെ പ്രായമുള്ളവർക്ക് കസേര ഇരിക്കുകയും ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് ബക്കറ്റ് പിരിവെന്ന് കാര്യക്ഷമമാക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലെ? അതാകുമ്പോ പിന്നെ വാതിലോട്ടങ്ങ് നിൽക്കുക, ആർക്കും ശ്രദ്ധ പോകണ്ട. കൊണ്ടുവന്നല്ലോ ഇഷാ, എന്തേ ബക്കറ്റില്ലേ? ബക്കറ്റ് കൊണ്ടുവന്ന എല്ലാവരും നല്ല രീതിയിൽ സദക്ക നൽകി. അല്ലാഹു നമ്മുടെ സദക്കയെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മളെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മേവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ മക്കളെ, ഭാര്യ സന്താനങ്ങളെ എല്ലാം അല്ലാഹു സാലിഹീങ്ങളിലും സാലിഹാത്തുകളിലും ആബിദീങ്ങളിലും ആബിദാത്തുകളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നൽകുന്ന സ്വതക്ക, നമ്മളിൽ രോഗികളുണ്ട്, അല്ലാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ. ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നസീബാക്കുമാറാവട്ടെ.